രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അടുക്കളപ്പണി ചെയ്യാണ്. ഹോളിൽ കുട്ടികളുടെ ചിരിയും കളിയും കേൾക്കാം. ചേട്ടായി അടുത്തുണ്ട്, എൻ്റെ ഭർത്താവ്. അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ അടുക്കളയിൽ പണി ചെയ്യാണ്. ഞാൻ സീന. ഞാനും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മൂത്ത കുട്ടി 1-ലും, രണ്ടാമത്തെ ആൾ 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഭർത്താവ് ലോറി ഡ്രൈവറാണ്. ചേട്ടായിക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ്. ഇവിടെ നിന്നും പൈനാപ്പിൾ കയറ്റി ഡൽഹി, ഉത്തർപ്രദേശ്, അങ്ങനെ പല നാട്ടിലേക്കും 2-3 ആഴ്ച കഴിയുമ്പോഴാണ് ചേട്ടായി വരുന്നത്. ഇന്ന് വൈകുന്നേരം പോകും. എൻ്റെ അടുത്തേക്ക് ചേട്ടായി ഫോണും കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എടി പപ്പയാ, നീ ഫോൺ എടുത്തിട്ട് പറ, ചേട്ടായി ഇവിടെ ഇല്ല, ആ സുനിലിൻ്റെ കൂടെ പോയതാണെന്ന്. ഞാൻ ചേട്ടായിയെ നോക്കി. എൻ്റെ ചേട്ടായി, പപ്പ ചീത്ത പറയും, എനിക്ക് പേടിയാ. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവളിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് ചേട്ടായി പറഞ്ഞു, എടി സീനെ, നിന്നോട് പപ്പ ഒന്നും പറയില്ല. അതും പറഞ്ഞ് ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചു. ചേട്ടായി എൻ്റെ പുറകിൽ എന്നോട് തന്നെ ചേർന്ന് നിന്നു. ഹലോ, ഞാൻ പറഞ്ഞു. എടി റോബിൻ എന്തേ? അത് പപ്പ, ചേട്ടായി ആ സുനിലിൻ്റെ കൂടെ ഇപ്പോൾ പോയതേ ഉള്ളൂ. എടി നീ അവനോട് പറഞ്ഞില്ലേ? അത് പപ്പ, ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ വീക്കി പറഞ്ഞു. നീ പറഞ്ഞില്ല, എനിക്കറിയാം. അവൻ വന്നപ്പോൾ നീ എല്ലാം മറന്നു കാണും. പപ്പ ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു. അത് ഞാൻ പപ്പ. എടി അവൻ വന്നപ്പോൾ നിനക്ക് പറയാറുന്നില്ലേടി? അത് പപ്പ, ഞാൻ ചേട്ടായി വരുമ്പോൾ പറയാം പപ്പയെ വിളിക്കാൻ. ഞാൻ കരഞ്ഞ പോലെ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. എടി മോളെ, ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കില്ല, മെസ്സേജ് വിട്ടാൽ നോക്കില്ല. നിന്നോട് ദേഷ്യപ്പെട്ടതല്ല, ഞാൻ അവനോടുള്ള കലിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. നീ സങ്കടപ്പെടണ്ട. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. ചേട്ടായിയെ രൂക്ഷമായി നോക്കി. അപ്പോഴും ചേട്ടായി കൂളായി ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. കേട്ടല്ലോ പപ്പ പറഞ്ഞത്, നിങ്ങൾ കാരണം ഞാൻ ചീത്ത കേട്ടു. ഞാൻ ചൂടായി കുറേ അങ്ങ് പറഞ്ഞു. എടി അത് പോട്ടെടി സീനെ, പപ്പയ്ക്ക് കൊടുക്കാം, നീ അടങ്ങ്. എടി താമസിക്കാതെ എനിക്ക് പോകാൻ പറ്റും. ഞങ്ങൾ 1-2 പറഞ്ഞ് അടക്കായി. ചേട്ടായി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചേട്ടായിയുടെ പപ്പയുടെ കയ്യിൽ നിന്നും കുറേ പണം വാങ്ങിയിരുന്നു ജർമ്മനിയിലേക്ക് പോകാൻ. അവിടെ ട്രക്ക് ഡ്രൈവർ വേക്കൻസി വന്നിരുന്നു. ഇപ്പോൾ പോകാനും പറ്റില്ല, പപ്പയ്ക്ക് പണം തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല. ഞാനും ഭർത്താവും നേരത്തെ തറവാട്ടിലായിരുന്നു. ഞങ്ങൾക്ക് വീതം കിട്ടിയപ്പോൾ വേറെ വീട് വെച്ചു. തറവാട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലമുണ്ട്. അവിടെ പപ്പയും മമ്മിയും ചേട്ടായിയുടെ അനിയനുമുണ്ട്. എനിക്ക് 26 വയസ്സുണ്ട്. എന്നേക്കാൾ 3 വയസ്സ് കൂടുതലേ ഉള്ളൂ ചേട്ടായിക്ക്. അങ്ങനെ അന്ന് വൈകുന്നേരം ചേട്ടായി പോയി. പിറ്റേന്ന് ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് ഇളയ കുഞ്ഞുമായി തറവാട്ടിൽ ചെന്നു. മമ്മി കുഞ്ഞുമായി ഹോളിലിരുന്നു. മമ്മിക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നല്ലതുപോലെ വണ്ണമാണ്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പപ്പ എന്തേന്ന് ചോദിച്ചപ്പോൾ റബ്ബർ പാൽ എടുക്കാണെന്ന് പറഞ്ഞു. ഇവിടെ 3 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ റബ്ബറും. ഭായിമാരാണ് വെട്ടുന്നത്. 2 ഫാമിലി ബംഗാളികളുണ്ട്. അപ്പോഴാണ് ലിസി ചേച്ചി അവിടെ വന്ന് വിളിച്ചത്. ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. എന്നെ കണ്ട് ലിസി ചേച്ചി ചോദിച്ചു, ആ സീനെ, നീ എപ്പോഴാണ് വന്നത്? കുറച്ച് നേരമായി ചേച്ചി. എടി ഞാൻ പുല്ല് വെട്ടാൻ വന്നതാ. മമ്മി എന്തേ? മമ്മി കുഞ്ഞുമായി അകത്തിരുന്ന് കളിക്കുക. ആണോ? അപ്പോൾ ബേബി ചേട്ടൻ എവിടെ? പപ്പ പറമ്പിൽ കാണും ചേച്ചി, ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞു. എടി ഞാൻ പോയി കുറച്ച് പുല്ല് ചെത്തട്ടെ, വെയിലാകും മുമ്പ് തിരിച്ചു വരണം. ചേച്ചി അതും പറഞ്ഞു പോയി. ചേച്ചി പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് മേസ്തിരിയാണ്, പക്ഷേ മുഴുക്കുടിയൻ. പഠിക്കുന്ന 2 കുട്ടികളും ഉണ്ട്. ഞാൻ മമ്മിയോട് കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, ഞാൻ താഴെ പറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ആ, നീ പോയിട്ട് പോര്, ഞാൻ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കട്ടെ. അതും പറഞ്ഞ് മമ്മി കുഞ്ഞിനെ ഉമ്മ വെച്ച് താലോലിച്ചു. ഞാനത് നോക്കി. മമ്മി, അവനിപ്പോൾ പാൽ കുടിക്കാൻ ഭയങ്കര മടിയാ. അത് കേട്ടപ്പോൾ മമ്മി എന്നെ നോക്കി. ആ സീനെ, നീ നിർത്തിക്കോ,
അവൻ വളർന്നില്ലേ? കുഞ്ഞിനോട് മമ്മി വർത്താനം പറഞ്ഞു. ഞാൻ അവിടെ നിന്നും പറമ്പിലേക്ക് ഇറങ്ങി നടന്നു. ഞാൻ ചുരിദാറാണ് ധരിച്ചത്. തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ ഹിന്ദിക്കാർ മരത്തിൻ്റെ ചുവട്ടിലൂടെ നടന്ന് പാലെടുക്കുന്നുണ്ട്. ഞാൻ താഴോട്ട് നടന്നിറങ്ങി. ഒരു സ്ഥലത്ത് ലിസി ചേച്ചി പുല്ല് ചെത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെയെല്ലാം ലിസി ചേച്ചിയെ നോക്കി. പക്ഷേ അവിടെയെങ്ങും ചേച്ചി ഞാൻ കണ്ടില്ല. ഞാൻ താഴേക്ക് പിന്നെയും ഇറങ്ങി. അവിടെ ഒരു ഷെഡുണ്ട്, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ, അതിനോട് ചേർന്ന് ഒരു മുറി, അതിലാണ് ഷീറ്റ് ഉണക്കി വെക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. പപ്പയെയും അവിടെയെങ്ങും കണ്ടില്ല. ഈ ഷെഡിൻ്റെ അടുത്ത് ഒരു കിണറുണ്ട്, മോട്ടോർ പുര, അത് കഴിഞ്ഞ് ചെറിയൊരു അരുവിയും, പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പായി റബ്ബർ തോട്ടം, അതും നമ്മുടെയാണ്. ഞാൻ ഷെഡിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ പോലെ എനിക്ക് തോന്നി. ഞാനത് ശ്രദ്ധിച്ചു കേട്ടു. എനിക്ക് ചങ്കിടിപ്പ് കൂടി. ഞാൻ ഷെഡിൻ്റെ അടുത്തുള്ള ചെറിയ ജനലിൽ കൂടി അകത്തേക്ക് നോക്കി. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ലിസി ചേച്ചിയും പപ്പയും ആർമാദിക്കുന്നു. വെറുതെ അല്ല ലിസി ചേച്ചി പപ്പയെ തിരക്കി വന്നത്. പകുതി പുല്ല് വെട്ടിവെച്ച് ആളെ കാണാതായപ്പോൾ ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. എല്ലാം കണ്ട് മനസ്സ് നിറച്ച് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. നേരെ മുകളിൽ വീട്ടിലേക്ക് വന്നു. കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി പുല്ലുമായി പോകുന്നത് കണ്ടു. മമ്മി എന്നോട് പറഞ്ഞു, അവളുടെ വീട്ടിൽ നിന്നാ പാല് മേടിക്കുന്നത്. 1 ലിറ്റർ പാല് തരും, പകരം പുല്ലവൾ വെട്ടും. ഞാൻ ചിരിച്ചു. ആ ചേച്ചിക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണ്, ഞാൻ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ വന്നു. പപ്പയെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരിതനുഭവപ്പെട്ടു. സന്തോഷവും ചിരിയും വന്നു. എന്നെ കണ്ട് ചിരിച്ച് കുറച്ച് സംസാരിച്ചു പപ്പ. എന്നിട്ട് പപ്പ കുളിച്ചു വന്നപ്പോൾ ഞാൻ ഫുഡ് വിളമ്പിക്കൊടുത്തു. പപ്പ ഹാളിൽ വന്ന് മമ്മിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. പപ്പ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ തറവാട്ടിൽ പോയത്. അന്നും ഞാൻ താഴോട്ട് പോയി. അന്നും ഞാൻ അവരുടെ കലാപരിപാടികൾ കണ്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിവർ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന്. പിറ്റേന്ന് ചേട്ടായി വന്നതറിഞ്ഞ് പപ്പ വീട്ടിലേക്ക് വന്നു. പപ്പയുടെ കാർ വീട്ടിൽ നിർത്തിയപ്പോൾ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഞാനും ചേട്ടായും വീടിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് ചേട്ടായി പുറകുവശത്തൂടെ ഓടി അപ്പുറത്തെ പറമ്പിലേക്ക് ചാടിക്കേറി ഓടി. ഡാ നിൽക്കട അവിടെ. പപ്പ പുറകുവശം വരെ ഓടിച്ചെന്നു. മമ്മി പതുക്കെ കാറിൽ നിന്നും ഇറങ്ങി. മമ്മി പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് അവൻ പിടിതരില്ല. ആ വരട്ടെ, ഞാൻ അവനെ എടുത്തോളാം, പപ്പ മമ്മിയോട് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പപ്പ വാങ്ങി. എടാ, നിൻ്റെ അപ്പനെ ഞാൻ പിടിക്കും, കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പപ്പ പറഞ്ഞു. പിടിക്കും, നിങ്ങളുടെ അല്ലേ മോന്, മമ്മി പറഞ്ഞു. അവരെ ഞാൻ അകത്തേക്ക് വിളിച്ചു. സീനെ, ഈ പറമ്പാകെ കാട് പിടിച്ച് കിടക്കാണല്ലോ, വല്ല പാമ്പും കാണും, പപ്പ എന്നോട് പറഞ്ഞു. പപ്പ, ഇവിടെയൊന്നും നല്ല പണിക്കാരെ കിട്ടാനില്ല, ഞാൻ പറഞ്ഞു. നിങ്ങൾ 2 പണിക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കും മനുഷ്യ, വല്ല ഭായിമാരെയും, മമ്മി പപ്പയോട് പറഞ്ഞു. ആ നോക്കട്ടെ. പിന്നെ പപ്പ ഹിന്ദിക്കാരാണെങ്കിൽ പപ്പ ഇവിടെ വന്ന് നിൽക്കണം, എനിക്ക് പേടിയാ, ഞാൻ പറഞ്ഞു. ആ അത് ശരിയാ, അവൾ തന്നെയല്ലേ ഉള്ളൂ, ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, മമ്മി പപ്പയോട് പറഞ്ഞു. ആ ഞാൻ വന്നോളാം, ആളുണ്ടെങ്കിൽ വൈകിട്ട് വിളിക്കാം. അത് പറയുമ്പോൾ ചേട്ടായി റോഡിലൂടെ പോകുന്നത് പപ്പ കണ്ടു. ദാ പോകുന്നു അവൻ, പപ്പ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി. പപ്പ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ വരും ചേട്ടാ, നിങ്ങൾ നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ, മമ്മി പറഞ്ഞു. അന്ന് ഉച്ചവരെ പപ്പയും മമ്മിയും വീട്ടിലിരുന്നു. പക്ഷേ ചേട്ടായി വന്നില്ല. അവരുടെ കാറ് പോയപ്പോൾ ചേട്ടായി വന്നു. 2 ദിവസം കഴിഞ്ഞ് ചേട്ടായി പോയി. പിറ്റേന്ന് വൈകുന്നേരം പപ്പ വിളിച്ചിരുന്നു. നാളെ 2 പണിക്കാർ വരും, ഞാനും വരും, അവർക്ക് ഫുഡൊന്നും വേണ്ട, വെള്ളം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. പിറ്റേന്ന് അവർ വന്നു. കുട്ടിയെ സ്കൂൾ ബസ് കയറ്റി വിട്ട് വരുമ്പോൾ അവർ പണി തുടങ്ങി. പപ്പ അവരുടെ ഒപ്പം തന്നെയുണ്ട്. 9 മണി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളവുമായി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്നെ കണ്ട് അവന്മാർ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്, അവരുടെ ഭാഷയിലാണ്. പപ്പ എന്നെ നോക്കി പറഞ്ഞു. സീനെ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്?
അത് പപ്പ വെള്ളം. ഞാൻ പപ്പയെ നോക്കി പറഞ്ഞു. ഞാൻ വന്ന് എടുക്കുമായിരുന്നല്ലോ. അപ്പോഴേക്കും അവന്മാരെന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എടി, നിന്നെയാണ് അവന്മാർ പറയുന്നത്. പപ്പ എന്നെ നോക്കി പറഞ്ഞു. എടി, നീ ഇങ്ങനെ കുലിഞ്ഞു വന്ന് നിന്നാൽ അവന്മാർ അതും ഇതും പറയും. ഒന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ വാ. പപ്പ പറഞ്ഞത് കേട്ട് ഞാൻ പപ്പയെ ഒന്ന് നോക്കി. കണ്ടില്ലേ അവന്മാർ നോക്കുന്നത്. ഇങ്ങനത്തെ ജോലി സ്ഥലത്തൊക്കെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പല ആളുകളും ഉണ്ടാവും. പപ്പ പറഞ്ഞത് കേട്ട് ഞാൻ അവരെ നോക്കി. ശരിയാണ്, എന്നെ തന്നെയാണ് അവർ നോക്കുന്നത്. നീ പൊക്കോ, പപ്പ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പപ്പ ഉൾപ്പെടെ എല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് എന്തോ പോലെ തോന്നി. ഞാൻ ഹാളിൽ വന്ന് കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ പപ്പ അങ്ങോട്ടേക്ക് വന്നു. എൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുമ്പോൾ എന്നെ നോക്കി പപ്പ ചോദിച്ചു, കുഞ്ഞ് കുടിച്ചില്ലേടി? ഞാനില്ലെന്ന് നാണത്തോടെ തലയാട്ടി പറഞ്ഞു. പപ്പ എന്നെ നോക്കിയിട്ട് കുഞ്ഞുമായി ഹാളിലേക്ക് നടന്നു. പപ്പ എന്നെ നോക്കിയപ്പോൾ ഇതുവരെ ഇല്ലാത്ത എന്തോ എൻ്റെ ഉള്ളിൽ പൊട്ടിമുളച്ചു. അന്ന് റബ്ബർ തോട്ടത്തിൽ വെച്ച് കണ്ട കാഴ്ച എൻ്റെ മനസ്സിലേക്ക് ഓടിക്കേറി വന്നു. അതുപോലെ എന്തെങ്കിലും എനിക്ക് നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. എന്താടി നീ മേലിട്ട് നോക്കിയിരിക്കുന്നത്? എൻ്റെ ഇരിപ്പ് കണ്ട് പപ്പ എന്നോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല പപ്പ, ഞാൻ ചുമ്മാ ഓരോന്ന് ഓർത്തു പോയതാ. എന്താടി നിനക്ക് ഇത്ര ഓർക്കാൻ മാത്രം ഉള്ളത്? ആരെക്കുറിച്ചാ? എന്നെക്കുറിച്ച് വല്ലതും ആണോ? ഏയ് അല്ല പപ്പ, ഞാൻ നമ്മുടെ ലിസി ചേച്ചിയെക്കുറിച്ച് ഓർത്തു പോയതാ. ലിസിയെക്കുറിച്ചോ? അവളെപ്പറ്റി എന്തോർക്കാനാ? പപ്പ എന്നോട് ചോദിച്ചു. അല്ല, അവരുടെ ഒരു കഷ്ടപ്പാട്. കെട്ടിയോനാണെങ്കിൽ മുഴുക്കുടിയൻ. വീട്ടിലെ കാര്യങ്ങളെല്ലാം ലിസി ചേച്ചി എന്ത് കഷ്ടപ്പെട്ടാ നോക്കുന്നത്. അതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? അല്ല, പപ്പയ്ക്ക് എന്തെങ്കിലും കൊടുത്തൂടെ? അവരൊരു പാവല്ലേ. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ? എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, പപ്പ പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പപ്പ നല്ല വെടിപ്പായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതും പപ്പ എൻ്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. ഞാൻ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി പിടിച്ചു. അല്ല, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? പപ്പ ഒരു സംശയമുഖത്തോടെ എന്നോട് ചോദിച്ചു. അല്ല, പപ്പയെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പറഞ്ഞതാ. അതല്ലല്ലോ നീ പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഞാൻ അടുക്കളയിൽ നിന്നും പാത്രം കഴുകുമ്പോൾ പപ്പ അങ്ങോട്ടേക്ക് വന്നു. എടി, കുഞ്ഞുറങ്ങി. ഞാൻ തൊട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞ് പപ്പയെ നോക്കി പുഞ്ചിരിച്ചു. എന്താടി നിനക്കൊരു കള്ളച്ചിരി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ. എന്നിട്ട് വട്ട് പിടിപ്പിക്കല്ലേ. ഇതെന്ത് പാട്? എനിക്ക് ചിരിക്കാനും പാടില്ലേ പപ്പ? എടി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? എന്താ കാര്യം? ലിസി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല. പിന്നെന്താ നീ നേരത്തെ അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ പറഞ്ഞത് പപ്പ. അല്ല, നീ പറഞ്ഞില്ലേ നല്ല വെടിപ്പായി ചെയ്യുന്നത് കണ്ടു എന്ന്. അത് പിന്നെ എന്താ? ഓ, അതാണോ? അത് ഞാൻ കണ്ടത് പറഞ്ഞതാ, കാണാത്തതൊന്നും അല്ല. അതാ ചോദിച്ചത്. നീ എന്ത് കണ്ടു എന്നാ? അത് ഞാൻ പപ്പയെ തിരക്കി തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നെന്തോ സൗണ്ട് കേട്ട് ആരാണെന്നറിയാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കി. എങ്ങോട്ട്? പപ്പ നെട്ടലോടെ ചോദിച്ചു. ആ ഷെഡിലേക്ക്. അപ്പോഴല്ലേ അതിനുള്ളിൽ നടക്കുന്ന കലാപരിപാടികൾ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ നീ എല്ലാം കണ്ടോ? എല്ലാം ഞാൻ നല്ല വ്യക്തതയോടെ കണ്ടു. എന്നാലും പപ്പ ലിസി ചേച്ചി ഇങ്ങനെ സഹായിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അത് പിന്നെ മോളെ, അറിയാതെ സംഭവിച്ചു പോയതാ. നീയായിട്ട് ഇതാരോടും പറയരുത്. ഞാൻ നിൻ്റെ കാല് പിടിക്കാം. പപ്പ അതും പറഞ്ഞ് എൻ്റെ കാലിലേക്ക് വീണു. അതൊന്നും വേണ്ട. ഞാനിതൊന്നും ആരോടും പറയില്ല. അല്ല, ലിസി ചേച്ചിയെ മാത്രമാണോ ഇങ്ങനെ സഹായിച്ചിട്ടുള്ളത്? ഇനി ഞാനറിയാതെ വേറെ ആരെങ്കിലും ഉണ്ടോ പപ്പ? വേറെ ആരുമില്ലടി, സത്യം. അതെന്താ പപ്പ, കിട്ടാനിട്ടാണോ? ഞാൻ പപ്പയുടെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു.
എൻ്റെ ചിരി കണ്ട പപ്പയ്ക്ക് മനസ്സിലായി ഞാനിതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് നമുക്ക് ഇണങ്ങിയത് കിട്ടിയാൽ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല, പപ്പ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ പപ്പയെ കറക്കാൻ നിന്നില്ല. ഉറങ്ങിക്കിടന്ന കുട്ടി ഉണരും മുമ്പ് കാര്യത്തിലേക്ക് കടക്കാമെന്നായി എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനായാലോ പപ്പ? ഇല്ലാത്ത ധൈര്യമുണ്ടാക്കി ഞാൻ രണ്ടും കൽപ്പിച്ച് പപ്പയോട് ചോദിച്ചു. ഞാനത് പറഞ്ഞതും പപ്പ എന്നെ ഒന്ന് അടിമുടി നോക്കി ചിരിച്ചുകൊണ്ട് നേരെ പോയി സിറ്റ് ഔട്ടിലെ ഡോറ് ലോക്ക് ചെയ്ത് വന്ന് എന്നോട് പറഞ്ഞു, എന്താ മോൾക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ? അത് പിന്നെ പപ്പ, ഞാനന്ന് കണ്ടതെല്ലാം ലിസി ചേച്ചിക്ക് കിട്ടിയ പോലെ എനിക്കും കിട്ടിയാലെന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചിരുന്നു. ഞാനെല്ലാം മറന്ന് പപ്പയോട് എല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട പപ്പ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള കഥകൾ എല്ലാം തുറന്നു പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.